വളരെ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ അംബേദ്കർ തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള പഠനം എന്നുള്ള ഉത്തരവാദിത്തത്തിൽ മാത്രം നിലനിൽക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യങ്ങളൊക്കെ കാരണമാവാം. കാരണം വിവാഹിതനായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് സഹോദരങ്ങളുടെ ജീവിതാവസ്ഥ ഏറെയൊന്നും മെച്ചപ്പെട്ടതായിരുന്നില്ല. അച്ഛനും അമ്മയും മരിച്ചു. അപ്പൊ ആ തരത്തിൽ കുടുംബം എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലുകളെ പിന്നോട്ട് വലിച്ച, അല്ലെങ്കിൽ അത്തരം ഇടപെടലുകളിലേക്ക് ശക്തമായി പോകേണ്ടതില്ല എന്ന് വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് ലാലാ ലജ്പത് റായ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അംബേദ്കറെ തന്റെ ദേശീയവാദ പ്രക്ഷോഭങ്ങളിൽ നിന്നുള്ള പിൻവലിയലിനെ വളരെ വിമർശനാത്മകമായി സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത്തരം വിമർശനങ്ങളെ ഏറെയൊന്നും മുഖവിലേക്ക് എടുക്കാതെ തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങൾ, തന്നെ ഏൽപ്പിച്ചിട്ടുള്ള പഠിക്കുക, വിദ്യാഭ്യാസം ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു അംബേദ്കറെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാം, ബറോഡ രാജാവിന്റെ സ്കോളർഷിപ്പോട് കൂടിയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. തിരിച്ചദ്ദേഹം മഹാരാഷ്ട്രയിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അംബേദ്കർ ഏറെയൊന്നും ആത്മകഥാപരമായ കുറിപ്പുകൾ എഴുതിയിട്ടില്ല. എൻ്റെ ഒരു പരിശോധനയിൽ ഏതാണ്ട് 10-20 പേജ് വരുന്ന 5-6 അനുഭവങ്ങളെ മാത്രമാണ് അദ്ദേഹം അനുഭവ ആഖ്യാനം എന്ന നിലയ്ക്ക് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ഈ സമീപകാലത്ത് പച്ചക്കുതിരയിൽ എഴുതിയ ലേഖനത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അംബേദ്കറെ പോലെ ഇത്രയും വിശാലമായ അനുഭവങ്ങളും, അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിലും അല്ലെങ്കിൽ മറ്റ് ബ്രിട്ടീഷ് ഭരണാധികാരികളുമായിട്ടൊക്കെ നിരന്തരം സംവദിക്കുകയും ഇടപെടുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഒരു വലിയ ജീവചരിത്രം തന്നെ, ആത്മകഥ തന്നെ എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അംബേദ്കർ അതിന് തുനിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് 2 ചെറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥാ കുറിപ്പുകളിൽ കാണുന്നുണ്ട്. അതിലൊന്ന്, ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തിരിച്ച് അദ്ദേഹം ബറോഡ രാജാവുമായിട്ട് നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ ആ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന് തന്റെ ജോലി സ്ഥലത്ത് താമസിക്കുവാനായിട്ടൊരു ഇടം, ഒരു ലോഡ്ജ് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ആ അനുഭവക്കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളായിട്ട് ഇടപെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളോടും ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു സൗകര്യം, താമസ സൗകര്യം അദ്ദേഹത്തിന് ലഭ്യമായി. ഒടുവിൽ അദ്ദേഹം ഒരു പാർസികൾ നടത്തുന്ന ഒരു ലോഡ്ജിൽ താനൊരു പാർസി ആണെന്നുള്ള രീതിയിൽ, വ്യാജമായ ഒരു ഐഡന്റിറ്റിയിൽ അദ്ദേഹം ആ ലോഡ്ജിൽ താമസിക്കുകയാണ്. പക്ഷേ ഒരിക്കൽ ജോലി കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം തിരിച്ച് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ തൻ്റെ വസ്ത്രങ്ങളും പെട്ടിയും മറ്റു രേഖകളും ഒക്കെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു അവസ്ഥയിൽ അദ്ദേഹം കാണുകയാണ്. വളരെ രോക്ഷാകുലരായിട്ട് ഏതാണ്ട് 10-20ഓളം വരുന്ന ചെറുപ്പക്കാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, അന്ന് പിൽക്കാലത്താണ് അദ്ദേഹം തന്റെ ഈ ആത്മകഥാകുറിപ്പ് എഴുതുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടി ഇംഗ്ലണ്ട് പോലുള്ള, ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബിരുദം നേടി തിരിച്ച് ഇന്ത്യയിൽ എത്തിയപ്പോൾ അവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ ഒരു ജാതി ബോധം, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, അതിൻ്റെ ഒരു കാർക്കശ്യം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ ചുറ്റും തന്നെ കൊല്ലുവാൻ ഉള്ള ആവേശത്തോടു കൂടി വടികളുമായി നിൽക്കുന്ന ആളുകളുടെ കണ്ണിലെ ക്രൂരത എന്നെ ഭയപ്പെടുത്തി എന്നാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഭയം ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെയും ജാതിബോധത്തിന്റെയും മേൽജാതി ഹിംസയുടെയും ചരിത്രപരമായിട്ടുള്ള അതിന്റെ നൈരന്തര്യത്തിൽ നിന്നുണ്ടായ ഒരു ഭയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 2-3 അനുഭവങ്ങളാണ് അദ്ദേഹം
തന്റെ അനുഭവക്കുറിപ്പുകളിൽ പറയുന്നത്. ഞാനത് സൂചിപ്പിക്കുന്നത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ, ഒരുപക്ഷെ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ചില കൗതുകകരമായ കാഴ്ചകളാകാമെങ്കിൽ പോലും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ ഇന്ത്യയിലെ ഒരു അധസ്ഥിത സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ ഒട്ടും അനുകൂലമായിരുന്നില്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും വളരെ കൃത്യമായിട്ട് ദേശീയവാദ പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതിൽ നിന്നും വഴിമാറിയിട്ട് മറ്റൊരു വഴി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. 1920കളുടെ ഒടുവിൽ 21 തന്നെ അദ്ദേഹം ബഹിഷ്കൃത ഭാരത് എന്ന് പറയുന്ന മാസിക ഉണ്ടാക്കുന്നു. അതിനുശേഷം ചൗദാർ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മഹത് സത്യാഗ്രഹം, ഇതൊക്കെ നടക്കുന്നത് 1930 മുമ്പാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഏതാണ്ട് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന 1919 അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് ലൈഫ്, ഒരു പൊതുജീവിതം ആരംഭിക്കുന്നത് 1919 അതേ കാലഘട്ടത്തിൽ തന്നെ 1920കളിൽ തന്നെ സമാന്തരമായിട്ട് മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന നിലയിൽ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അംബേദ്കറും വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ ബോധത്തിൽ, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സംവാദങ്ങളിൽ ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഒരു 2-3 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ അംബേദ്കറുടെ ഒരു സാന്നിധ്യവും ചർച്ചയും വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അടുത്ത ഭാഗത്തേക്ക് വരുന്നതാണ്. അവിടെ നല്ല ചൂടായിരിക്കുമല്ലോ, ഇവിടെ കടുത്ത ചൂടാണ്. അതുകൊണ്ട് അല്പം വെള്ളം കുടിച്ചു. അപ്പൊ ഈ 30കളുടെ തുടക്കത്തിൽ 30കളിൽ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം പൊതു ജീവിതത്തിന്റെ ഒരു അധ്യായമായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ടിവിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറിലെ ആക്ടിവിസ്റ്റ് അതിന്റെ ഏറ്റവും പ്രവർത്തന സജ്ജമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1930കളുടെ മുൻപായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ മട്ടിൽ അധികാരത്തോട് നിരന്തരം ഇടപഴകുകയും നിരന്തരം തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും നിരന്തരം അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളുമായിട്ട് ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ ഇടപെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു അംബേദ്കറെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ അധികാരം എന്ന് പറയുന്ന ആളുകളെ ദുഷിപ്പിക്കും എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ പല ആളുകൾ അയ്യങ്കാളിയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രജാസഭയിൽ അംഗമായതോടുകൂടി അദ്ദേഹത്തിന്റെ സമരോത്സുകമായ വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്ന് വിമർശിക്കുന്ന പല ആളുകളുമുണ്ട്. ആ തരത്തിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ അധികാരത്തിൽ പ്രവേശിക്കരുത്, അധികാരം എന്ന് പറയുന്നത് ദുഷിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുകയും വോട്ടുകൾ തന്നെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അധികാരം എന്ന് പറയുന്നത് എപ്പോഴും അധികാരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്, ഒരു എന്താ പറയുക, പടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് അദ്ദേഹം തൻ്റെ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ ജനങ്ങളുടെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. പക്ഷെ അതിൽ നിന്ന് കോൺഗ്രസ് ഒഴിവായി നിൽക്കുകയാണ് ചെയ്തത്. കാരണം കോൺഗ്രസ് അന്ന് വളരെ എന്താ പറയുക, ബ്രിട്ടീഷുകാരോട് തികച്ചും ശത്രുതാപരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അംബേദ്കർ ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അംബേദ്കറുടെ ഒരു വ്യക്തിത്വത്തെയോ അദ്ദേഹത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങളെയോ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഭരണാധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത്
തന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും മൗലികവുമായിട്ടുള്ള ഉത്തരവാദിത്വമായിട്ട് അദ്ദേഹം കണ്ടതുകൊണ്ടാണ് ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അംബേദ്കർ പങ്കെടുക്കുന്നത്. അതേസമയം തന്നെ രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അത് നമുക്കറിയാവുന്ന പോലെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പൂന പാക്ടിലേക്ക് എത്തിച്ചേർന്ന ഗാന്ധിയുടെ തന്നെ യർവാഡ ജയിലിലുള്ള അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്കൊക്കെ നയിച്ച വളരെ സംഘർഷഭരിതമായ സന്ദർഭത്തിലേക്ക് എത്തുന്നത് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്. ഈ സന്ദർഭത്തിൽ ഗാന്ധി ഉന്നയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വിമർശനം പറയുന്നത് അംബേദ്കറുടെ നിലപാടുകൾ ഹിന്ദു സമൂഹത്തെ വിഭജിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി പറയുന്നത് നമുക്കറിയാം, ഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അംബേദ്കർ. അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന അശോക് ഗോപാലിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ, അശോക് ഗോപാലിന്റെ ഒരു പുസ്തകത്തിൽ ആ സന്ദർഭം വളരെ രസകരമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ബോംബെയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വീട്ടിൽ വെച്ചിട്ടാണ്, ആ വീടിന്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഗാന്ധിയുമായിട്ട് ആദ്യം കാണുന്നത്. ഗാന്ധി പക്ഷേ അംബേദ്കറെ മൗനം കൊണ്ടാണ് നേരിട്ടത്. ഗാന്ധി ഈ മഹാന്മാരായ പല ആളുകളും നമ്മുടെ എം ടി വാസുദേവൻ നായരെ പറ്റി നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം അധികം സംസാരിക്കാറില്ല. ചില ആളുകൾ അധികം സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു മഹത്വമായിട്ടാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത്. അപ്പൊ ആ സംഭാഷണത്തെ പറ്റി അശോക് ഗോപാൽ എഴുതുമ്പോൾ ഗാന്ധി ഏറെയൊന്നും അംബേദ്കറെ പരിഗണിച്ചില്ലെന്നും അംബേദ്കർ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അംബേദ്കർ തന്റെ ദൈക്ഷണികമായ ഔന്നിത്യം കൊണ്ടും തന്റെ ലോകപരിചയം കൊണ്ടും തന്റെ സാമൂഹിക വിജ്ഞാനം കൊണ്ടും ഗാന്ധിയുമായിട്ട് സംവദിക്കുകയും അങ്ങനെ ആ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബന്ധങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും ദലിതർക്കും മറ്റ് പിന്നോക്ക കീഴാള സമുദായങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രേറ്റ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗാന്ധി അത് ഹിന്ദു സമുദായത്തെ വിഭജിക്കുന്നതിന്റെ ഒരു ഗൂഢാലോചന എന്ന നിലയ്ക്കാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തെ ഗാന്ധി അംബേദ്കർക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം പറയുന്നത് അംബേദ്കറുടെ ആശയങ്ങൾ ഒരിക്കലും സമൂഹത്തിന്റെ ഏകീകരണത്തിലല്ല, മറിച്ച് സമൂഹത്തെ വിഭജിക്കുവാനായിട്ടാണ് പ്രയോജനപ്പെടുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഗാന്ധിയുമായിട്ട് നടത്തുന്ന വലിയൊരു ഡിബേറ്റ് പിന്നീട് അംബേദ്കറുടെ തന്നെ ഏറ്റവും ക്ലാസിക് നമ്മൾ വിശേഷിപ്പിക്കുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ അനുബന്ധമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് വരാം. അപ്പോഴാണ് ഈ ഗാന്ധിയുടെ ഹിന്ദുമതം എന്താണ്, ഗാന്ധി വിചാരിക്കുന്ന അല്ലെ ഗാന്ധി വിഭാവന ചെയ്യുന്ന ഹിന്ദു സങ്കല്പം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് ഒരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അത് ലാഹോറിലെ ജാട്പത് തോടക് മണ്ഡൽ എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ, പ്രത്യേകിച്ച് മേൽജാതി ഹിന്ദുക്കൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി അംബേദ്കറെ ക്ഷണിക്കുകയും ആ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം വളരെ ദീർഘമായ തയ്യാറെടുപ്പുകൾ നടത്തി തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് സത്യത്തിൽ ഈ ജാതി നിർമൂലനം എന്ന് നമ്മൾ പിൽക്കാലത്ത് വിളിക്കുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. പിന്നീട് ഈ ജാട്പത് തോടക് മണ്ഡലിൽ ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അംബേദ്കറെ ഒരു ഹിന്ദു വിരോധിയെ, ഹിന്ദു മതത്തോട് വിമർശനവും കാണിക്കുന്ന ഒരാളെ ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നില്ല, അല്ലെ അധ്യക്ഷ പദവി കൊടുക്കുന്നതിൽ ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ആ സംഘടനയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആള് അത് അംബേദ്കറെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് ഈ സംഘടനാ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അദ്ദേഹവുമായിട്ട് നടത്തുന്ന കത്തിടപാടുകൾ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അംബേദ്കറോട് വളരെ ബഹുമാനമുള്ള ആളായിരുന്നു, അംബേദ്കറുടെ ബൗദ്ധിക സംഭാവനകളോട് ആദരവുള്ള ആളായിരുന്നു. പക്ഷേ ഈ ജാട്പത് തോടക് മണ്ഡൽ ആഭ്യന്തരമായിട്ട് അംബേദ്കറെ ഉൾക്കൊള്ളാനോ അംബേദ്കറുടെ വിമർശനങ്ങളെ സ്വീകരിക്കാനോ കഴിയാതെ വരികയും അങ്ങനെ താൻ തയ്യാറാക്കിയ അധ്യക്ഷ പ്രസംഗം
തൻ്റെ തന്നെ കാശ് മുടക്കി, തൻ്റെ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി, അങ്ങനെ ഏതാണ്ട് 1000-ഓളം കോപ്പികളാണ് ആദ്യം ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ കോപ്പികൾ അച്ചടിക്കുന്നത്. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്, അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല, മറിച്ച് അതിനപ്പുറം അതിന്റെ അനുബന്ധമായിട്ട് തന്നെ ഗാന്ധിയുമായി നടത്തുന്ന ചില സംവാദങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഗാന്ധി പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സന്യാസികൾ, അതോടൊപ്പം തന്നെ വളരെ വിശുദ്ധ പദവിയുള്ള ആളുകളുമൊക്കെ അംഗീകരിക്കുന്ന ഒരു ഒരു ആശയ ലോകത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസ വ്യവസ്ഥയെ എന്തുകൊണ്ടാണ് ആ വ്യവസ്ഥയിൽ തന്നെ ജനിച്ചു വീണ അംബേദ്കർ വിമർശിക്കുന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നത് ബറോഡ രാജ്യത്തിലെ ഒരു ഹിന്ദു രാജാവിന്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് അംബേദ്കർ വിദ്യാഭ്യാസം നേടിയതെന്നും അങ്ങനെ വിദ്യാഭ്യാസം നേടിയ അംബേദ്കർ ആ വ്യവസ്ഥക്കെതിരെ നിൽക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നും ഒരു വിമർശനം ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഗാന്ധിയുടെ ഒരു റോള്, ഞാൻ ഒരു ഗാന്ധി വിമർശകനല്ല, പക്ഷെ ഗാന്ധിയുടെ പലപ്പോഴുമുള്ള ഒരു റോള് ഒരു ഉദാര മേൽജാതി പുരുഷന്റെ ആണ് എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കിട്ടും. അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദർഭങ്ങളിലാണെങ്കിലും മറ്റിതര സമൂഹങ്ങളുമായിട്ട് നടത്തുന്ന, പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹ സമ്മേളനത്തിൽ അദ്ദേഹം സാന്ദർഭികമായി പറയുകയാണ്, പുലയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഡോക്ടർ മാളിക പിന്നീട് ലേഖനം സമീപകാലത്ത് വന്നിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയമാന്റെ പുസ്തകത്തിലും ആ സന്ദർഭം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മറ്റിതര സമുദായങ്ങളോട് സംബന്ധിച്ച ഒരു രീതി ആയിരുന്നില്ല ഐക്യത്തെ പുലയ സമുദായത്തോടും മറ്റ് അധസ്ഥിത സമുദായത്തോടും സ്വീകരിച്ചത് എന്നാണ് അതിനകത്ത് വളരെ വ്യത്യസ്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്, നിങ്ങളിൽ എത്ര ആളുകൾ മദ്യപിക്കാറുണ്ട്, എത്ര ആളുകൾ കള്ളുപിടിക്കാറുണ്ട്, എത്ര ആളുകൾ സ്ത്രീകളെ വീട്ടിൽ മർദ്ദിക്കാറുണ്ട്, എത്ര ആളുകൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണ ശ്രമം നടത്തുവാനായിട്ടാണ് ഗാന്ധി ഈ പറഞ്ഞ പുലയ സമുദായത്തോടും അധസ്ഥിത സമുദായത്തോടും ശ്രമിച്ചതെങ്കിൽ മറ്റിതര സമുദായങ്ങളോട് വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമൂഹികമായ ചോദ്യങ്ങളും പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മട്ടൻ കഴിച്ചതും മീൻ കഴിച്ചതും ഒക്കെ പൊതു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നത് വേണമെങ്കിൽ ഇതിനോട് വേണേ ചേർത്ത് വെക്കാവുന്നതാണ്. അതിനേക്കാൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെ ഉന്നയിക്കുന്ന ഇത്തരം വ്യക്തിപരമായ ചോദ്യങ്ങളോടുകൂടിയാണ്. അത് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ള കാരണം, അംബേദ്കറെ ഗാന്ധി വിമർശിക്കുന്നതിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ബറോഡ രാജാവ് എന്ന് പറയുന്ന ഹിന്ദു രാജാവിന്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ ഒരാൾ ആ വ്യവസ്ഥയുടെ വിമർശകനായി മാറുന്നതിന്റെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ചാണ് ഗാന്ധി ആ സന്ദർഭത്തിൽ വിമർശിക്കുന്നത്. അപ്പൊ വ്യക്തിപരമായി വിമർശിക്കുക, ഒരുപക്ഷെ അംബേദ്കർ ഉയർത്തിയ ആശയ ലോകത്തെ വിമർശിക്കുന്ന പകരം വ്യക്തിപരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണ് ഗാന്ധി ആ സന്ദർഭത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുവിശേഷമായിട്ടുള്ള കാരണം. നമുക്കറിയാം, ആശയങ്ങൾ തമ്മിൽ സംവദിക്കുമ്പോൾ ആശയങ്ങൾ തമ്മിലായിരിക്കണം, അതിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. അപ്പൊ അത്രയും മൂർച്ചയേറിയ വിമർശനങ്ങൾ അംബേദ്കർ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ കാസ്റ്റിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ രണ്ട് ദേശീയ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കേവലം വ്യക്തിപരതയിലേക്ക് ഒതുക്കുവാനായിട്ട് ഗാന്ധി ശ്രമിച്ചപ്പോൾ അംബേദ്കർ ആവട്ടെ അതിനെ സൈദ്ധാന്തികമായിട്ടും ആശയതലത്തിലും ഹിന്ദുത്വ വ്യവസ്ഥയുടെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള വിഭജന ശ്രേണീകരണത്തിന്റെ വ്യവസ്ഥയിലേക്കും ഒക്കെ അതിനെ മാറ്റിയെടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയെ അതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു പുസ്തകമായിട്ട് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് മാറുന്നുണ്ട്. അതിൽ ജാതി വ്യവസ്ഥയെ പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും
അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള സംശയം കൂടി അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. മറിച്ച് പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഡോക്ടർ രോഗിക്ക് രോഗശമനം കൊടുക്കുന്ന ഒരു രീതിയിലല്ല ആ പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ ആക്ടിവിസത്തിന്റെയും സൈദ്ധാന്തികതയുടെയും പിന്നീട് ഭരണരംഗത്തേക്കും ഒക്കെ വരുന്ന അംബേദ്കറാണ് നമ്മൾ കാണുന്നത്. ഭരണരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ തിരിച്ചടികൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പ്രവിശ്യകളിൽ നിന്ന്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും വിയോജിപ്പുള്ളവരായിരുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എന്താ പറയുക, ഊട്ടി ഉറപ്പിക്കുന്നതിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കൊക്കെയുള്ള പങ്കിനെ പറ്റിയൊക്കെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ചുരുക്കത്തിൽ അംബേദ്കറെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിലെ സൈദ്ധാന്തിക സംവാദകനെയും അദ്ദേഹത്തിലെ പരിശ്രമശാലിയെയും തൻ്റെ സമൂഹത്തോട് അങ്ങേയറ്റം വിശ്വാസവും അങ്ങേയറ്റം കമ്മിറ്റ്മെന്റുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ അംബേദ്കറെ കാണുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത്, സമീപകാലത്ത് അരുൺ ഷൂറിയെ പോലുള്ള ഹിന്ദുത്വവാദികൾ, അദ്ദേഹം പിന്നീട് അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ വിമർശനാത്മകമായിട്ട് അംബേദ്കർക്ക് ഭരണഘടനാ രചനയിൽ വലിയ പങ്കാളിത്തമൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തെ ഫാൾസ് മനു, വ്യാജ മനു എന്നുള്ള രൂപത്തിലാണ് അരുൺ ഷൂറി തന്റെ ഒരു പുസ്തകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അക്കാലത്ത് തന്നെ അംബേദ്കർ എത്രത്തോളം ഈ ഭരണഘടനാ രചനയിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ പങ്കുണ്ടായിരുന്നുവെന്ന് പിന്നീട് ടി കൃഷ്ണമായെ പോലെയൊക്കെയുള്ള അന്നത്തെ പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റഫർ ജഫ്ലോട്ടിന്റെ ഒരു പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചെറിയ പാരഗ്രാഫ്. അദ്ദേഹം എഴുതുന്നത്: നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ച 7 അംഗങ്ങളിൽ ഒരാൾ രാജിവെച്ചുവെന്നും അയാൾക്ക് പകരം മറ്റൊരാൾ വന്നുവെന്നും സഭ അറിഞ്ഞു കാണും. ഒരാൾ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് പകരം നിയമനം ഉണ്ടായിട്ടില്ല. മറ്റൊരാൾ അമേരിക്കയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പദവിയിലും പുതിയ നിയമനം ഉണ്ടായിട്ടില്ല. മറ്റൊരാൾ ഭരണകാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ ഒരു വിടവ് നിലനിൽക്കുന്നുണ്ട്. 1 or 2 ആളുകൾ ഡൽഹിയിൽ നിന്ന് കുറെ അകലെയായതിനാലും അവരുടെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും ഇതിൽ പങ്കുചേരാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ഡോക്ടർ അംബേദ്കറിന്റെ തലയിലേക്കാണ് വന്നു വീണത്. ഏറ്റവും പ്രശംസനീയമായ രീതിയിൽ ഈ ദൗത്യം നിർവഹിച്ചതിന് നമ്മളെല്ലാവരും അദ്ദേഹത്തോട് കടപ്പെട്ടവരാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇത് ഭരണഘടനാ സമിതിയിൽ തന്നെ അംഗമായിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ടി കൃഷ്ണമാചാരി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ അർത്ഥത്തിൽ അംബേദ്കർക്ക് ഭരണഘടനാ രചനയിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി സംശയം ഉന്നയിച്ച അരുൺ ഷൂറിയെ പോലുള്ള ആൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ നമുക്ക് ഈ ഒരു നിലപാടിനെ കാണാൻ പറ്റും. അപ്പൊ ഈ തരത്തിൽ ഇന്ത്യയിലെ സാമൂഹിക, സാംസ്കാരിക, ഭരണപരമായ രംഗങ്ങളിൽ ഒരേ മട്ടിൽ തന്നെ ഇടപെടുകയും ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ തൻ്റെ ജീവിതം കൊണ്ട് നിർവഹിക്കുകയും ചെയ്ത ഒരാളാണ് അംബേദ്കർ. അക്കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗെയിൽ ഓഫ് കോമ്പത്തിനെ പോലുള്ള ആളുകൾ, അതുപോലെ ക്രിസ്റ്റഫർ ജഫ്ലോട്ടിനെ പോലുള്ള ആളുകൾ തുടങ്ങി ഏറ്റവും ഒടുവിൽ അശോക് ഗോപാലും നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര സംഭാവനകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിടെ ഒരു ആലോചന, എന്നിട്ടൊരു 11:50 12 മണിയോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ ഒരു ആലോചന, എന്തുകൊണ്ടാണ് അംബേദ്കർ ഇന്നത്തെ കാലത്തും പ്രസക്തരാകുന്നത് എന്നുള്ളതാണ്. അംബേദ്കർ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൾ ഏതു ദിശയിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒരു ഭൂതം കണക്കെ ജാതി നിങ്ങളെ അഭിസംബോധന ചെയ്യും, അല്ലെ ജാതിയെ നിങ്ങൾക്ക് കാണാം എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ വളരെ സവിശേഷമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ എവിടേക്കും നമ്മൾ ജാതിരഹിതരാകാം, ഒരുപക്ഷെ കാസ്റ്റസ് ആകാം. ഇപ്പോൾ അങ്ങനെ ആലോചിക്കുന്നവരുണ്ട്, ജാതി ഒഴിവാക്കുന്നവരുണ്ട്. നമുക്ക് അറിയാം, 1940-കളിലൊക്കെ യുക്തിവാദി സംഘങ്ങളും ഇടതുപക്ഷ സംഘങ്ങളും ഒക്കെ
പലപ്പോഴും ജാതിവാൽ മുറിച്ചു മാറ്റിക്കൊണ്ടും ജാതി ഐഡന്റിറ്റി ഇല്ലാതാക്കിക്കൊണ്ടും ഒക്കെ പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പൊ സതീഷ് ദേശ്പാണ്ഡെ അതിനെ കാസ്റ്റ്ലെസ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി എന്നാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് ജാതി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. സതീഷ് ദേശ്പാണ്ഡെ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നമ്മളെ ദുർഭൂതം പോലെ പിടികൂടുന്ന, അതൊരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള പ്രയോഗമാണ്, ദുർഭൂതം പോലെ പിടികൂടുന്ന ഒരു വ്യവസ്ഥയാണ് ജാതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അംബേദ്കറുടെ ആ നിരീക്ഷണം ഇന്നത്തെ സന്ദർഭത്തിൽ എത്രത്തോളം സാങ്കത്യമുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കുറിപ്പുകളൊക്കെ എഴുതിയതിനു ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു 6-7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് വളരെ യങ് ആയിട്ടുള്ള സൂരജ് ജംഗ്ഡേങ്കിലി വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, കാസ്റ്റ് പാറ്റേൺ. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവാം. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ നഗരങ്ങളിൽ ജാതി പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഡൽഹി ഉൾപ്പെടെയുള്ള നമ്മുടെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഏതാണ്ട് 50% ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏതാണ്ട് 20 ജില്ലകൾ സാമ്പിൾ സ്റ്റഡി ആയിട്ട് എടുത്തതിന് ശേഷം ഇതേ ആർഗ്യുമെന്റ് തന്നെ ജാതി പ്രാക്ടീസ് ചെയ്യുന്നത് എത്രത്തിലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്ഥിതിവിവരക്കണക്കുകൾ വെച്ചുകൊണ്ട് തെളിയിക്കേണ്ട ഒന്നുമല്ല. നമ്മുടെ നിധാന ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വളരെ എന്താ പറയാ, വളരെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒന്ന് തന്നെയാണ് ജാതി വ്യവസ്ഥയുടെ വിഭജനങ്ങളും വിവേചനങ്ങളും അതുണ്ടാക്കുന്ന എക്സ്ക്ലൂസീവ്നെസ്സും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ അർത്ഥത്തിൽ അംബേദ്കർ നിർവചിച്ച ഈ പറഞ്ഞ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യങ്ങളും അതിന്റെ ഹിംസാത്മകമായ രൂപങ്ങളും ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് നമ്മൾ പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഈ സമീപകാലത്ത് നമ്മുടെ മുൻ എം പി ആയിട്ടുള്ള സോമപ്രസാദ് എം പി പാർലമെന്റിൽ രാജ്യസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദളിത് ആദിവാസി പങ്കാളിത്തം, പ്രത്യേകിച്ച് IIM തുടങ്ങിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ദളിത് ആദിവാസി പങ്കാളിത്തത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, അദ്ദേഹം കൊടുത്ത ഡേറ്റ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ദേശീയ തലത്തിൽ ഏതാണ്ട് 23% റിസർവേഷൻ അർഹരായിട്ടുള്ള ഈ വിഭാഗങ്ങൾക്ക് IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ, ചെന്നൈ IITയിൽ ഏതാണ്ട് 3% പോലും ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമില്ല. ഇന്ത്യയിലെ IITകളിൽ തന്നെ ഏറ്റവും നമ്പർ 1 എന്ന കണക്കുകളിൽ അല്ലെങ്കിൽ ഡേറ്റകളിൽ പറയുന്നതാണ് ചെന്നൈ IIT. ആ IITയുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യം വളരെ വളരെ തുച്ഛമാണ്. ഈ പുസ്തകങ്ങളിൽ കേന്ദ്ര സർവീസിലെ സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ തുടങ്ങിയിട്ടുള്ള ജോയിന്റ് സെക്രട്ടറിമാർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്ത് തന്നെ അദ്ദേഹം കോളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അതിൽ എത്ര ആളുകൾക്കാണ് പങ്കാളിത്തം? ശരി, 1%-2% പങ്കാളിത്തം മാത്രമാണ് ഉന്നത തൊഴിൽ മേഖലയിൽ ഈ പറഞ്ഞ ദളിതർക്കും ആദിവാസികൾക്കും OBC-കൾക്കും നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് 100 സെക്രട്ടറിമാരിൽ, കേന്ദ്ര സർവീസിലെ 100 സെക്രട്ടറിമാരിൽ ഏതാണ്ട് 3 പേർ മാത്രമാണ് OBC വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, സമകാലികമായിട്ട് കാസ്റ്റ് സർവേ നടത്തി, ബീഹാറിലെ കാസ്റ്റ് സർവേയുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഏതാണ്ട് 64% ജനങ്ങളും ഏതാണ്ട് പിന്നോക്കം, അതീവ പിന്നോക്കം, എക്സ്ട്രീം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുമാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ 21ാം നൂറ്റാണ്ടിലും നമ്മൾ ഇന്ന് സാങ്കേതികതയിലും 5Gയിൽ നിന്ന് 6Gയിലേക്കൊക്കെ കടക്കുന്ന ഇന്നത്തെ സാങ്കേതിക വികാസത്തിലും ഈ ഒരു യാഥാർത്ഥ്യം വളരെ യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവേചനങ്ങൾ, അവസര സമത്വങ്ങൾ നിഷേധിക്കുക, സംവരണ അട്ടിമറികൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസരങ്ങൾ മുന്നോക്ക വിഭാഗക്കാർക്ക് മാറ്റിവെക്കുന്നു.
ഏറ്റവും സമീപകാലത്തുണ്ടായിട്ടുള്ള EWS എന്ന് പറയുന്ന മുന്നോക്കലിലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവസരങ്ങൾ കൂട്ടുന്നു. ഈ അർത്ഥത്തിൽ ഇന്ത്യയുടെ സാമൂഹിക പങ്കാളിത്തത്തിൽ, സോഷ്യൽ പാർട്ടിസിപ്പേഷനിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആയിട്ടുള്ള വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അവസരങ്ങൾ കുറഞ്ഞു വരുവാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ജാതി സർവേ പോലുള്ള കാര്യങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലെ ക്യാമ്പസുകളിലും തികച്ചും വ്യത്യസ്തമായ സ്ഥിതി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് കുറച്ചുകൂടി സാമൂഹിക വികാസ സൂചികളിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളതും സാംസ്കാരികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുമൊക്കെ കുറച്ചുകൂടി മറ്റിതര ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും കേരളത്തിലെ ദളിതരുടെയും ആദിവാസികളുടെയും വിഭവ സമാഹരണത്തിൽ അല്ലെങ്കിൽ അവരുടെ വിഭവ പങ്കാളിത്തത്തിലുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഭൂമി ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ്. എനിക്കൊന്ന് പ്രസാദിന്റെ ഒരു പഠനത്തിൽ പറയുന്നത് കേരളത്തിലെ ദളിതരുടെ പങ്കാളിത്തവും അതിനേക്കാൾ വളരെ മുന്നിലാണ് ഉത്തർപ്രദേശിലെ ദളിതരുടെ ഭൂമിയുടെ മേലുള്ള പങ്കാളിത്തം. അതിന്റെ പെർസെന്റേജ് കണക്കുകൾ അദ്ദേഹം ഒരു പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ കാര്യത്തിലും മറ്റു വിഭവങ്ങളുടെ കാര്യത്തിലും ഏതാണ്ട് ഏറെക്കുറെ വളരെ പരിതാപവും മറ്റു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയിലുമാണ് കേരളത്തിലെ ദളിതരുടെയും ആദിവാസികളുടെയും ജീവിതം എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ പോലും സ്ഥലമില്ലാത്ത ചില സന്ദർഭങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയും മറ്റും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളം ഒരു വികസിതമായ സ്ഥലമാണ്, സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായും വികസിച്ച ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും സവിശേഷമായ സമൂഹങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ വികാസം മറ്റിതര സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. എൻ കുഞ്ഞാമന്റെ ആത്മകഥയിൽ ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ MPhil വിദ്യാർത്ഥിയായി ഡോക്ടറൽ കമ്മിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, താങ്കളുടെ ഗവേഷണ വിഷയം എന്താണ്? ഒട്ടുമിക്കവരും ആ ആത്മകഥ വായിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ആത്മകഥയുടെ ധാരാളം പതിപ്പുകൾ, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം 12ാമത്തെ പതിപ്പ് മറ്റുമാണ്, അതിൽ വായിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഡോക്ടറൽ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞൊരു കാര്യം, ഞാൻ കേരളത്തിന്റെ തെക്ക് തൊട്ട് വടക്ക് വരെ യാത്ര ചെയ്തപ്പോൾ എല്ലാ സമൂഹങ്ങളും വികസിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് സവിശേഷമായ സമൂഹങ്ങൾക്ക് യാതൊരു വികാസവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ജനാധിപത്യ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറയുന്ന രീതിയിലൊന്നുമല്ല, കുറച്ചുകൂടി ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം അതിൽ എഴുതിയിട്ടുള്ളത്. അത് ആദിവാസികളാണ്. ആദിവാസികളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കാര്യമായിട്ടുണ്ടായിട്ടേ ഇല്ല. കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപഭാഗം, ഒരു സബ് കാറ്റഗറി എന്തുകൊണ്ടാണ് വികസനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഡോക്ടർ കമ്മിറ്റിക്ക് മുമ്പാകെ പറയുന്നത്, എതിരെന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വികസന സൂചികകളും നമ്മുടെ ഡേറ്റകളും നമ്മുടെ മറ്റു തരത്തിലുള്ള സാംസ്കാരിക ഔന്നിത്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ പറഞ്ഞ അധിഷ്ഠിത സമുദായങ്ങളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സാമൂഹിക സാഹചര്യങ്ങൾ വലിയ തോതിൽ മാറിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടുത്ത കാലത്ത് സാംസ്കാരിക രംഗത്തും നമ്മൾ അതിന്റെ എല്ലാ തരത്തിലുള്ള ഒരു കേരളീയ സമൂഹം പ്രതികരിക്കുന്ന രീതിയിലാണോ RLV രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു കലാകാരൻ കേരളീയ സമൂഹത്തിന്റെ പൊതുബോധം ചെയ്തത്, അദ്ദേഹത്തെ പിന്തുണച്ചു, അത് സത്യം തന്നെ. പക്ഷെ എത്രയും നികൃഷ്ടമായിട്ടുള്ള, എത്രയും എന്താ പറയുക, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് കലാരംഗത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടായെന്ന് നമ്മൾ കണ്ടു. ഈ അർത്ഥത്തിൽ അംബേദ്കർ വിഭാവന ചെയ്ത, അല്ലെ അംബേദ്കർ വിമർശനാത്മകമായി പരിശോധിച്ച ജാതി വ്യവസ്ഥയുടെ സാമൂഹികവും സാമ്പത്തികവും
സാംസ്കാരികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ, അതിന്റെ പിടി, അതിന്റെ ഒരു ശക്തമായ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഓരോ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവിടുത്തെ പ്രബലമായ ജാതി വിഭാഗം ഏതാണ്? അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ NDA എന്നോ ഇന്ത്യ മുന്നണി എന്നോ വ്യത്യാസമില്ലാതെ തന്നെ ജാതിയുടെ ഒരു അരിത്തമെറ്റിക് അനുസരിച്ചാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ വളരെ എന്താ പറയുക, ജാതി എന്ന് പറയുന്നത് ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നതിനാൽ അതിനെതിരെയുള്ള വിമർശനങ്ങൾ, അതിനെതിരെയുള്ള സൈദ്ധാന്തികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിലേക്ക് എത്തുന്ന ഏറ്റവും വളരെ ശക്തമായ ഒരു വഴി അംബേദ്കർ ജാതി നിർമൂലനം പോലുള്ള മറ്റിതര പുസ്തകങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമീപകാലത്ത് വന്ന ഒറ്റ ചർച്ചയെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് സനാതന ധർമ്മത്തെ കുറിച്ചുള്ളതാണ്. വളരെ വിവാദപരമായ ഞങ്ങളുടെ ഇപ്പോൾ ചെന്നൈയിലെ ഞാൻ പഠിപ്പിക്കുന്ന ഈ ഒരു സ്ഥലത്തെ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ MLA ആണ് ഉദയനിധി സ്റ്റാലിൻ, തിരുവള്ളിക്കേണി റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻസിയിൽ. അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് പിന്നീട് വളരെ വിപുലമായ ദേശീയമായ ചർച്ചയിലേക്ക് വരികയും വളരെ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സനാതന ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് കേവലം അധികാരത്തിലോ പങ്കാളിത്തത്തിലോ മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ മൂല്യബോധങ്ങളിൽ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള സാന്നിധ്യങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാന്ധി അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിൽക്കാലത്ത് പല ആളുകളും അതിനെ വിമർശനാത്മകമായിട്ട് സമീപിച്ചിട്ടുണ്ട്. അപ്പൊ ജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണിക്കൽ മൂല്യബോധത്തിന്റെയും എല്ലാ തരത്തിലുള്ള ഹിംസാത്മകത നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെതിരെയുള്ള പ്രതിരോധ ആശയങ്ങൾക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഇന്ത്യൻ ചിന്തകൻ, അന്തർദേശീയ തലത്തിലെ ഒരു ചിന്തകനായിട്ടാണ് നമ്മൾ അംബേദ്കറെ കാണേണ്ടത്. അത്തരത്തിലുള്ള ഒരു സംവാദങ്ങളുടെ ഒരു പ്രേരണയായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ പൊതുമണ്ഡലങ്ങളിലും അക്കാദമിക് സംവാദങ്ങളിലും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് അംബേദ്കർ. അത് കേവലം കണക്കുകളുടെ കളിയല്ല, ഭൂരിപക്ഷത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ സീറ്റുകളുടെയോ കാര്യമല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിലേക്ക് മനുഷ്യ സമൂഹം പരിവർത്തിക്കാത്തിടത്തോളം കാലം ഈ പറഞ്ഞ അധികാരവർഗം അധികാരമില്ലാത്തവരെ ചൂഷണം ചെയ്യുകയും അവരുടെ വിഭവങ്ങൾ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ അർത്ഥത്തിൽ വരാനിരിക്കുന്ന ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ലെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭരണഘടനാപരമായ സംരക്ഷണമാണ്, മറിച്ച് ഭരണഘടനാതരമായിട്ടുള്ള മറ്റേതോ കാലത്ത് എഴുതപ്പെട്ട ആശയങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യൻ സമൂഹം ഭാവിയിൽ മാറണമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ അംബേദ്കറുടെ ആശയങ്ങളും അംബേദ്കറുടെ മാത്രമല്ല പിന്തുടർന്ന് വന്ന മറ്റു പല ആളുകളുടെയും ആശയങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഇന്നത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ഒരു ആശയ സ്രോതസ്സായി നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും ചർച്ചയോ മറ്റോ നമുക്ക് പിടിപ്പിക്കാം. ഈ ഒരു പ്രഭാഷണത്തിൽ എന്നെ ക്ഷണിച്ച സംഘാടകരോട്, പ്രത്യേകിച്ച് എൻ്റെ പല സുഹൃത്തുക്കളുമുണ്ട്, അവരോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം മാഷെ, വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. നമുക്കറിയാം, കേവലം ഭരണഘടനാ ശില്പി എന്ന ഒരു വിശേഷണത്തിൽ കവിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിത്വം അംബേദ്കറിന്റെ വ്യക്തി ജീവിതം, ദൈക്ഷണിക ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്നിങ്ങനെ പല മേഖലകളിൽ തട്ടിയുള്ള ഒരു ഏകദേശ രൂപം മാഷിന്റെ പ്രഭാഷണം നൽകുകയുണ്ടായി. ജാതിയിലെ ഒരു അമൂർത്തമായ ആശയം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സാമൂഹ്യ ഘടനയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദു ജീവിതത്തിനെ അപ്പാടെ വിശദീകരിക്കാൻ പോകുന്ന ഒരു താക്കോൽ വാക്കായിട്ടാണ് അംബേദ്കർ ഉപയോഗപ്പെടുത്തുന്നത്. മാത്രമല്ല,
അംബേദ്കറിന്റെ ചിന്തകൾ പുതിയ കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാവുന്നത്? ഇപ്പൊ നിലവിലിപ്പം സംവരണം പോലെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അംബേദ്കറിന്റെ ഒരു പുതിയ ജീവിതത്തെ, പുതിയ രാഷ്ട്രീയ കാലത്ത് അംബേദ്കർ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ മാഷ് പറയുകയുണ്ടായി. അപ്പം ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ഓൺലൈനിലുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. നേരിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയബിൾ ആണല്ലോ? ചർച്ച ചെയ്യുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അഹമ്മദ് പറയുന്നത് കേൾക്കാം. ഓഡിബിൾ ആണ് എന്നല്ലേ പറഞ്ഞേ? ഞാനൊരു ഹിസ്റ്ററി ഗവേഷകനാണ്. ഇപ്പോ മാഷ് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ അത് വെച്ച് എനിക്ക് ഒരു കമന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ചോദ്യം നിലയിലോ പറയാനുള്ളത്, എങ്ങനെയാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്ന് ജാതിയെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കലുകൾ, എങ്ങനെയാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. കാരണം ഞാൻ വളരെ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുള്ള മറ്റേ സബ് കാറ്റഗറൈസേഷൻ, SC റിസർവേഷനിൽ തന്നെ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരാമെന്ന ഇന്ത്യയുടെ ഉന്നത നീതിന്യായമായ സുപ്രീം കോടതി തന്നെ ആലോചിക്കുന്ന ഒരു അവസ്ഥ. ആ ബെഞ്ച് 7 ബെഞ്ചിന്റെ ഡിസ്കഷൻ ഞാനത് വായിക്കുമ്പോൾ എന്നെ വല്ലാതെ ആകാംക്ഷയിൽ വെക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അയ്യോ ഇതിങ്ങനെ പോവല്ലോ എന്നുള്ള ഒരു ടെൻഷനിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇപ്പൊ EWSന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റിസർവേഷന്റെ അടിസ്ഥാന ആശയം എന്താണോ അതിന്റെ നേരെ വിപരീതമായ സാധനത്തിലേക്ക് പോകുന്ന ഒരു കാര്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഈ 7 അംഗ ബെഞ്ച് പറയുന്നത് തന്നെ, നിങ്ങൾക്ക് SC ST കാറ്റഗറിയിൽ തന്നെ ഏറ്റവും താഴെയുള്ള കോട്ട് ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിസർവേഷൻ കൊടുത്തുകൊണ്ട്, അതല്ലാത്ത SC ST കാറ്റഗറിയിൽ അഡ്വാൻസ്ഡ് എന്ന് ഇവർ പറയപ്പെടുന്ന ആളുകൾക്ക് ഈ റിസർവേഷനിൽ നിന്ന് മാറ്റാവുന്ന ഒരു ആലോചന പോകുന്നു. ഈ ബെഞ്ച് അവിടെ വെച്ച് പറയുന്നത് പൂർണ്ണമായിട്ടും റിസർവേഷന്റെ സാമൂഹ്യ നീതിയുടെ ഒക്കെ ആശയങ്ങളെ എതിർത്തുകൊണ്ടുള്ള രീതിയാണ്. അതില് ഒരു നിർഭാഗ്യം എന്നുള്ള നിലയിൽ തന്നെ പറയാം, അതിന് അംബേദ്കറെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിസ്കഷനിൽ ബാക്ക്വേർഡ്നെസ് എന്ന് ഉപയോഗിക്കുന്നത് നിലവിലുള്ള SC ST റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിരുന്ന റിസർവേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക്വേർഡ്നെസ് എന്നുള്ള ഡിസ്കഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വന്നത്. എന്നാൽ ഇതേ ബാക്ക്വേർഡ്നെസ് എന്നുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള റിസർവേഷനെ തന്നെ ചുരുക്കുന്ന SC ST കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകളുടെ ബാക്ക്വേർഡ്നെസ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് വളരെ എന്താ പറയാ ഒരു പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിൽ, റിസർവേഷന്റെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആലോചനകൾ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നടത്തുന്നത്. അപ്പോ നിലവിൽ അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ നമുക്കറിയാം NCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് പ്രകാരം SC ST കമ്മ്യൂണിറ്റീസ് മാർജിനലൈസ്ഡ് ആണെന്നുള്ള ഭാഗം തന്നെ അവർ എടുത്തൊഴിവാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലരും പറയാറുള്ളത് ജുഡീഷ്യറിയാണ് അവസാന എന്താണ് ഒരു ആശ്രയം എന്നുള്ള പറയുമ്പോൾ, നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഇന്ന് ജാതിയെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം പ്രശ്നമാണ്, അതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് മറുപടി പറഞ്ഞാൽ പോരെ, നമുക്ക് ചർച്ച ചെയ്താൽ പോരെ, അതെല്ലാം നല്ലതാണ്. മാഷേ. മാഷെ മറുപടി പറഞ്ഞോളൂ. ഈ ചർച്ചയിൽ വന്ന ഒരു പ്രശ്നം ജുഡീഷ്യറിയും ജാതിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്.
നമുക്കറിയാം, നമ്മുടെ EWSനെ കോടതി വളരെ ശക്തമായി വാദിച്ചുവെങ്കിലും സുപ്രീം കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല. ഡോക്ടർ മോഹൻ ഗോപാൽ ആയിരുന്നു ശക്തമായി ആ ഒരു കേസ് വാദിച്ചത്. ജുഡീഷ്യറിയിൽ തന്നെ ജാതി സംവരണം പോലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടില്ലെങ്കിൽ പോലും ചില അപൂർവം കാര്യങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന സുപ്രീം കോടതി 33ഓളം ജഡ്ജിമാരുള്ളതിൽ 1-2 ആളുകൾ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇന്ത്യയുടെ പല കാര്യങ്ങളിലെയും അവസാന തീർപ്പ് നിലയിൽ നമ്മൾ പരിഗണിക്കുന്ന ആ ഒരു ബോഡി, ആ ഒരു സംവിധാനത്തിൽ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും KG ബാലകൃഷ്ണൻ മാത്രമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഈ ചരിത്രത്തിൽ ഒരു ദളിത് വ്യക്തിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എത്രത്തോളം നീതി ആളുകൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ജാതിയെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങളിൽ എത്രത്തോളം നീതി ലഭിക്കുമെന്നുള്ള ഒരു ചർച്ചയും ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ ഈ ജാതികളെ തന്നെ സബ് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസംതൃപ്തികളും ഉണ്ടാക്കുക എന്നുള്ളത് ഭരണകൂടം പലപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് വന്ന തെലങ്കാനയിലോ ആന്ധ്രയിലോ പോയിട്ടാണ് നമ്മുടെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സബ് ഗ്രൂപ്പിനെ, ഞാൻ ഓർക്കുന്നില്ല, പേര് വിട്ടുപോയി, അവരെ തങ്ങളുടെ ഒപ്പം ചേർക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിലാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിക്കുന്നു, ഇങ്ങനെ ഈ ജാതിക്കുള്ളിൽ തന്നെ ജാതിയെ പരിഗണിക്കേണ്ടതായിട്ടുള്ളൊരു കമ്മിറ്റിയെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കേവലം ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മാത്രമല്ല, വളരെ സങ്കുചിതവും വളരെ വേഗത്തിലുള്ളതുമായുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില എളുപ്പ പണികൾ കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ ഈ സബ് കാറ്റഗറൈസേഷൻ വരുന്നതോടുകൂടി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുത ഉണ്ടാകും. ഇപ്പോൾ തന്നെ ജനസംഖ്യാപരമായിട്ട് പ്രബലരായി നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ ഈ സാമൂഹിക അസംതൃപ്തിയെ രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കോടതിയുടെ ഇടപെടലുകൾ, കോടതി ഒരിക്കലും രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഒന്നല്ല. കാരണം നമുക്കറിയാം, പല ആളുകൾ റിട്ടയർ ചെയ്തതിനു ശേഷവും രാജിവെച്ചതിന് ശേഷമൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയും മത്സരിക്കുകയും ഒക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന പദവിയിൽ നിഷ്പക്ഷത ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നതും ചില പ്രശ്നങ്ങളുണ്ട്. അവർ ഒരിക്കലും നിഷ്പക്ഷരല്ല. അവരുടേതായ രാഷ്ട്രീയ ബോധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് അവരുടെ പല നടപടികളും നിലനിൽക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അർത്ഥത്തിൽ അതിന്റെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് പോകാനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ കോടതികൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആഹ്ലാദിക്കാനുള്ള വക നൽകുന്നു. അതേസമയം തന്നെ പലപ്പോഴും നിരാശ ഉണ്ടാക്കുന്ന വിധികളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തെ ഈ ജാൻബാബി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കോടതി എത്ര പെട്ടെന്നാണ് അതിന്റെ തീർപ്പുകളിലേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യവസ്ഥയോട് തന്നെ നമുക്ക് അവിശ്വാസം തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അഹമ്മദ് പറഞ്ഞ സവിശേഷമായ ഒരു പ്രശ്നത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അഭിപ്രായം പറയുന്നതിനകത്ത് ഒരു പരിമിതി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് AKRSA യൂണിറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിയോഗ്രഫി വിഭാഗം ഗവേഷകനായ ആദർശാണ്. ആദർശിന് നന്ദി പറയാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അംബേദ്കർ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് റിമെമ്പറിംഗ് ഡോക്ടർ BR അംബേദ്കർ എന്ന ടോപ്പിക്കിൽ AKRSA യൂണിറ്റ് കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച ഒരു ഓൺലൈൻ ടോക്കായിരുന്നു.
ഈ ടോക്കിൽ പങ്കെടുത്ത ഓൺലൈനായിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥി സുഹൃത്തുക്കളും നേരിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും AKRSന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത വിദ്യാർത്ഥിയുടെ പേരിലും നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിശദമായ രീതിയിൽ സംസാരിച്ച മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ OK സന്തോഷ് മാഷിന് AKRS യൂത്ത് കമ്മിറ്റിയുടെ പേരിലും വിദ്യാർത്ഥിയുടെ പേരിലും നന്ദി പറയുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.